എങ്ങനെയാണ് അല്ലാഹു സമയം തന്നത്? എന്താണ് സമയം? ലോകത്ത് ഇന്നും വലിയ പിടുത്തം കിട്ടാത്തൊരു സംഗതിയാണ്. എന്താണ് സമയം? എന്താണ് നേരം? അറിയില്ല. എന്താണ് സമയം? നമ്മൾ പറഞ്ഞു 4 മണിയായി. എന്താണ് ഈ 4 മണിയായി എന്ന് പറഞ്ഞ അർത്ഥം? 10-11 മണിയായി. എന്താണ് ഈ രാത്രി 11 മണിയായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം സമയം എപ്പോഴുണ്ടായി, സമയം എപ്പോൾ അവസാനിക്കും? അല്ലാഹു മാത്രമാണ് ആദ്യമായി, ഒരു വസ്തുവില്ലാത്ത സമയത്തുള്ളവൻ അല്ലാഹുവാണ്. അപ്പോൾ ഇതിന്റെ സമയം എപ്പോഴുണ്ടായി? ഒക്കെ ലോകത്ത് ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കാൻ ഒരു തുമ്പിടിയും ലോകത്തിന് കിട്ടിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്ക് മനസ്സിലാക്കാൻ, സമയം നിർണയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന സംവിധാനമാണ് ചന്ദ്രന്റെ സഞ്ചാരമെന്ന്, ചന്ദ്രന്റെ ഉദയമെന്ന്, ചന്ദ്രന്റെ അസ്തമയമെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖലല്ലാഹു അസ്സ വജൽ. يسألونك عن الأهلة قل هي مواقيت للناس. ആളുകൾ അങ്ങയോട് ബാലചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു. യാ റസൂലല്ലാഹ്, ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അങ്ങയോട് ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു നബിയേ, അതെങ്ങനെ ചെറുതായി ചെറുതായി വലുതായി വലുതായി പിന്നെ ചെറുതായി, ഇതിങ്ങനെ വലുതായി വരികയും ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യമെന്തെന്ന് നബിയേ ആളുകൾ അങ്ങയോട് ചോദിക്കുന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യസ്അലൂനക അനിൽ അഹ്ലിയ. ഹബീബായ നബിയോട് ആളുകൾ ചോദിച്ചു, നബിയേ എന്താ ഇതിങ്ങനെ വലുതായി വരികയും പിന്നെ ചെറുതായി പോവുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം? വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. അതിന്റെ ശാസ്ത്രീയമായ മാനമോ അതിന്റെ പ്രതിഭാസമോ ഇല്ല അതിന്റെ മറുപടിയായി പറയാൻ പറഞ്ഞത്. പിന്നെയോ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇതിന് പിന്നിൽ നമ്മൾ ഗ്രഹിക്കേണ്ട വസ്തുതയാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ആളുകളോടങ്ങ് പറയണേ, അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ള ചെയ്തതാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇന്ന് മുഹറം 16-ാമത്തെ രാവാണ് എന്ന് കണക്ക് കൂട്ടാൻ ഇന്ന് 17ആയി. ചന്ദ്രന്റെ വലിപ്പം കണ്ട് മനസ്സിലാക്കാൻ ചെറുതായി വലുതായി വരുമ്പോൾ വലുതാകുന്നതിനനുസരിച്ച് ഓരോ ദിവസവും കഴിഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കാൻ. എന്നല്ല മനുഷ്യൻ സമയം വാച്ചുണ്ടാക്കിയപ്പോൾ മനുഷ്യൻ ചെയ്തെന്താ? ഇതേ പണി തന്നെ. ഒരു ചെറിയ സൂചിയും വലിയ സൂചി, ഒരു ചെറുതും വലുതും എന്തിന്? മിനിറ്റും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും മനുഷ്യൻ മനസ്സിലാവാൻ അതേ തത്വമാണ് ചന്ദ്രനെ ചെറുതാക്കി വലുതാക്കുകയും വലുതായതിനെ പിന്നെ ചെറുതാക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള തത്വമെന്ന് വിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പഠിപ്പിക്കുകയാണ്. എന്താ പറയാൻ പറഞ്ഞത്? അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ രഹസ്യത്തെക്കുറിച്ച് പഠിക്കലല്ല പ്രധാനം. പിന്നെയോ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണേതാണ് ഏറ്റവും പ്രധാനമെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാകട്ടെ. അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. എനിക്ക് 37 വയസ്സായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചത് മുതൽ ഈ സഞ്ചാരങ്ങൾക്ക് 37 കൊല്ലമായി എന്നാണ് അർത്ഥം. അതിന്റെ ഏതോ ഒരു പോക്കിൽ, ഏതോ ഒരു യാത്രയിൽ, ഏതോ ഒരു നിമിഷത്തിൽ അല്ലാഹു ഇവിടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മയൊക്കെ തെരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു ആ കടമ്പുപോക്ക് ഏറ്റവും നല്ല രീതിയിലാക്കി തരണമേ തമ്പുരാനെ. ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മളിവിടെ ഓർക്കാൻ. ഈ വിഷയം ഒരുപാട് വഴികളിലേക്ക് വഴിമാറിപ്പോകുന്ന വിഷയമാണ്. പക്ഷേ വളരെ പ്രധാനമായി ചില കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ സമയമെന്താണെന്ന്, നേരമെന്താണെന്ന് പറയാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയത്. വൈകുന്നേരമായി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ വൈകുന്നേരമായി എന്നാൽ ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരമനുസരിച്ച് വൈകുന്നേരമായി. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ
വേറെ ചില ഭാഗങ്ങളിൽ വൈകുന്നേരമല്ല, രാവിലെ അതിരാവിലെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ. എന്നാൽ രാത്രിയായി എന്ന് നമ്മൾ പറയുമ്പോ വേറെ ചില സ്ഥലങ്ങളിൽ നട്ടുച്ചയാണ്. അപ്പോൾ എന്താണ് നേരം? അതാണ് ഞാൻ പറഞ്ഞത്. ഈ സഞ്ചാരത്തിനനുസരിച്ച് മനുഷ്യനത് മനസ്സിലാക്കുകയും മനുഷ്യനത് ഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമായി ഇങ്ങനെയുള്ള സമയങ്ങൾ, ഇങ്ങനെയുള്ള മിനിറ്റുകൾ, സെക്കൻഡുകൾ ചേരുമ്പോൾ മിനിറ്റുകളാകും, മിനിറ്റുകൾ ചേരുമ്പോൾ മണിക്കൂറുകളാകും, അങ്ങനെയുള്ള 24 മണിക്കൂർ ചേരുമ്പോൾ ഒരു ദിവസമാകും, അങ്ങനെയുള്ള 365 ദിവസങ്ങൾ ചേരുമ്പോഴാണ് ഒരു കൊല്ലമാകുന്നത്. ഇങ്ങനെയുള്ള കൊല്ലങ്ങളാണ് കാലങ്ങൾ. 100 വർഷങ്ങൾ ചേരുമ്പോഴാണ് നൂറ്റാണ്ടുകളാകുന്നത്. ഇങ്ങനെ നൂറ്റാണ്ടുകളായി വർഷത്തിന്റെ സമയത്തിന്റെ കണക്കുമറിയാൻ, മനസ്സിലാക്കാൻ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ്, ശ്രദ്ധിക്കണേ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുണ്യനബി ഓർമ്മപ്പെടുത്തിയ ഗൗരവമായൊരു വിഷയമുണ്ട്, ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഖുർആൻ ചെറിയ അധ്യായമാണിത്, സൂറത്തിലെ ചെറിയ അധ്യായം, എന്നാലേറെ ഗൗരവമുള്ള വിഷയം പറഞ്ഞ അധ്യായമാണിത്. കാലത്തെ തന്നെയാണ് സത്യം. കാലം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് കാലം? സെക്കൻഡുകൾ ചേർന്ന മിനിറ്റുകൾ, മിനിറ്റുകൾ ചേർന്ന മണിക്കൂറുകൾ, മണിക്കൂറുകൾ ചേർന്ന ആഴ്ചകൾ, ആഴ്ചകൾ ചേർന്ന മാസങ്ങൾ, മാസങ്ങൾ ചേർന്ന വർഷങ്ങൾ, അതാണല്ലോ കാലം. കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. ഇന്നൽ അധിക മനുഷ്യരും പരാജയത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ഉറക്കറക്കല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാഹ്. ഏറെ വിചിന്തനീയമായൊരു വിഷയം ഞാൻ അവസാനിപ്പിക്കും. ശ്രദ്ധിക്കൂ നിങ്ങൾ. വൽഅസ്ർ, സമയത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറയുകയാണ്, വൽഅസ്ർ, സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അധിക മനുഷ്യരും വമ്പൻ പരാജയത്തിലായി. ഫീ ഖുസ്ർ എന്നല്ല പറഞ്ഞത്, ലഫീ ഖുസ്ർ, വമ്പൻ പരാജയത്തിലാണ് മനുഷ്യരെല്ലാം. ആരൊഴികെ? ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിക്കുകയും വഅമിലു സ്സാലിഹാത്ത്, സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്താ പറഞ്ഞത്? സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ അധിക ആളുകളും പരാജിതരാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ.